രാഹുൽ മാങ്കൂട്ടം ഇന്ന് പാലക്കാട്ട് എത്തും എന്നുള്ളതായിരുന്നു വാർത്ത. പക്ഷേ എത്തിയില്ല, എത്താൻ സാധ്യതയുമില്ല അടുത്തെന്നും. BJPയുടെ സമരങ്ങളെ പേടിച്ചിട്ടാണ് അങ്ങോട്ട് വരാത്തത് എന്ന് പലരും പറഞ്ഞു നടക്കുന്നുമുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം MLA വരാൻ തയ്യാറായിരുന്നു. എന്നാൽ ഇന്നലെ CPM BJP സഖ്യം നടത്തിയ ഒരു അവിഹിത നീക്കമാണ് കോൺഗ്രസിനെ ചില നീക്കങ്ങൾ നടത്താൻ പ്രേരിപ്പിച്ചത്. അതായത് അവരുടെ പദ്ധതി ഇങ്ങനെയായിരുന്നു: രാഹുൽ മാങ്കൂട്ടം പ്രഖ്യാപിച്ചതുപോലെ തന്നെ പാലക്കാട്ട് എത്തുക തന്നെ ചെയ്യും. അതിന് ചിലപ്പോൾ അദ്ദേഹം പോലീസിൻ്റെ സംരക്ഷണവും സഹായവും ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഭരണപക്ഷമായ CPMന് അത് തടയാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം മാങ്കൂട്ടം MLA ആണ്, അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടുന്ന മുഴുവൻ ഉത്തരവാദിത്തവും പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിനും പോലീസിനുമാണ്. CPMകാരുടെ സമരത്തെ അങ്ങനെ അടിച്ചൊതുക്കാനൊന്നും അവിടുത്തെ പോലീസുകാർക്ക് ആംബിയറുമില്ല. അതുകൊണ്ട് അതിലുണ്ടാകുന്ന വീഴ്ച സ്വന്തം പാർട്ടിക്കാർ തന്നെ നടത്തിയാൽ അത് പോലീസിൻ്റെ വലിയ പരാജയമായി മാറും. കേരളം ഭരിക്കുന്ന പാർട്ടിക്കാർ തന്നെ നിയമം കയ്യിലെടുത്താൽ അതിൻ്റെ ആനുകൂല്യം രാഹുലിനും അതുവഴി UDFനും ലഭിക്കും എന്നുറപ്പാണ്. അത് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് CPMും BJPയും ചേർന്ന് ഒരു രഹസ്യ നീക്കം നടത്തിയത്. അതായത് ഇതുപ്രകാരം രാഹുലിനെ തടയില്ല എന്ന് ഗോവിന്ദൻ സഖാവ് ആദ്യം തന്നെ ഇന്നലെ പ്രഖ്യാപിക്കുക. BJPയുടെ പ്രതിഷേധം മാത്രമാണ് അവിടെ ഉണ്ടാവുക എന്നിരിക്കെ പോലീസിന് വേണ്ട പോലെ പ്രയോഗം നടത്താം എന്നും സംരക്ഷണം നൽകാമെന്നും കരുതി രാഹുൽ മാങ്കൂട്ടം MLA എത്തുമെന്നായിരുന്നു CPMും കണക്കുകൂട്ടിയത്. അതുവഴി പാലക്കാട്ടേക്ക് എത്തുന്ന MLAയെ BJPക്കാർ പ്രതിഷേധിച്ച് പരമാവധി പരിഹസിച്ച് തിരിച്ചോടിക്കും എന്നുള്ളതായിരുന്നു ബുദ്ധി. അതുമാത്രമല്ല, സ്ഥലം MLAക്ക് മണ്ഡലത്തിൽ കാലുകുത്താൻ പോലും ആകുന്നില്ല എന്ന് ഉറപ്പാകുന്നതോടെ ജനങ്ങളെ കാണാൻ ചെന്ന MLAയെ തുരത്തിയോടിച്ചു എന്ന വാർത്തകൾ നിറച്ച് അത് കോൺഗ്രസിൻ്റെ പരാജയമായി വിലയിരുത്തുക. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനം ഈ MLA ഒളിച്ചോടി എന്ന വിഷയം വെച്ച് നിയമസഭയിൽ തകർത്താടുക എന്നതായിരുന്നു ഭരണപക്ഷമായ CPMന്റെ ലക്ഷ്യം. അപ്പോൾ പാലക്കാട്ട് BJPയും സഭയിൽ CPMും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്നും ഇടയിൽ കളിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകാമെന്നുമായിരുന്നു പരിപാടി. മാത്രമല്ല, പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരു MLAയെ സംരക്ഷിക്കാൻ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പോയാൽ അവർ പീഡന വീരനെ സംരക്ഷിച്ചു എന്ന് സഭയിൽ പറയുകയും ചെയ്യാം. ശ്രീകണ്ഠൻ MP എല്ലാം കട്ടക്ക് കൂടെ നിൽക്കുമെന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹത്തെയെല്ലാം ഇതിൽ വലിച്ചിഴക്കാം എന്നുള്ള ഒരു പരിപാടിയും ഈ ആസൂത്രണത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ BJPയും CPMും കൂടി കോൺഗ്രസിനെ ഒന്ന് ഇരുത്തിക്കളയാമെന്നാണ് പദ്ധതിയിട്ടത്. പക്ഷേ സംഭവങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ കോൺഗ്രസ് നേതൃത്വവും മാങ്കൂട്ടം MLAയും തീരുമാനം പെട്ടെന്ന് മാറ്റുകയായിരുന്നു. ഇനി നിയമസഭ കഴിഞ്ഞിട്ട് മാത്രമേ പാലക്കാട്ടേക്ക് പോകുന്നുള്ളൂ. ആ നിയമസഭ കഴിഞ്ഞ ഉടൻ പോലീസിനെ അറിയിച്ച് പാലക്കാട്ട് എത്തുകയും ഒപ്പം പൂർണ്ണമായും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ വലിയൊരു നിര തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിലയുറപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇന്നലെ VK ശ്രീകണ്ഠൻ MP പറഞ്ഞതുപോലെ ഒരു MLAയെ തടയാൻ ആർക്കും എന്ത് അധികാരം എന്നുള്ള രീതിയിൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇറങ്ങുകയും സംരക്ഷണം കൊടുക്കുകയും ചെയ്താൽ ജനങ്ങളും MLAക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ്. അത് കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് മാങ്കൂട്ടം MLA ആ യാത്ര മാറ്റിയതോടെ BJP CPM രഹസ്യ നീക്കം പാളി എന്ന് തന്നെ പറയാം.